ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ വീഡിയോ ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഞങ്ങൾ നേരത്തെ റൂമിൽ എണീപ്പിച്ചു 6:30. ഇപ്പോൾ സമയം 7:45 ഞങ്ങളിന്ന് പോണ റൂമിൽ ഫുഡ് ഇന്ന് കഴിച്ചു. നന്നായി മിടുക്കിനായി കഴിച്ചു, അത്യാവശ്യം കഴിച്ചു. ഞങ്ങൾ ബാക്കി വന്ന മുട്ട പാസ്തയൊക്കെ കഴിച്ചു. ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫ്രിഡ്ജൊക്കെ ഓൾമോസ്റ്റ് ക്ലിയറായി അല്ലേ ലിയോണ? ഫ്രിഡ്ജിലിനി ഒരു ക്രീമറുണ്ട്, അത്ര ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി. സോ അതവിടെ വെച്ചിട്ടുണ്ട്. ഐസ്ക്രീമും കുറച്ച് മിച്ചമാണ്, അതോടെ ഇരുന്നോട്ടെ. ക്രീമറും ഐസ്ക്രീമും ഉണ്ട്. ആരെല്ലാം വന്ന് എടുത്ത് കളയട്ടോ. അപ്പോൾ നമ്മളിനി ബാക്കി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകണം. ബാക്കി പാക്ക് ചെയ്ത് ഞങ്ങൾ ഉടനെ 10 AM ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ പോകും. അല്ലേ റോമി? ആർ യു റെഡി? റോമി വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ എല്ലാം പാക്ക് ചെയ്തു, വീടെല്ലാം ക്ലീൻ ചെയ്തു, പെട്ടിയെല്ലാം വണ്ടി കൊണ്ടുവച്ചു. ഞങ്ങൾ പോവുകയാണ്. സോ ബൈ ബൈ ടു അവർ Airbnb. അപ്പോൾ ഞങ്ങൾ ഇനി വണ്ടി കൊടുത്ത് എയർപോർട്ടിലേക്ക് പോകണം. യെസ്, അവിടുന്ന് ഇവിടുന്ന് ലണ്ടനിലേക്കാണ് നെക്സ്റ്റ്. അപ്പോൾ എയർപോർട്ടിൽ കൂടെ പോകുന്ന കുറച്ച് ഷോർട്സും കാണിക്കാം. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് കാണാം ഇൻ ലണ്ടൻ. അമേരിക്കയിൽ എങ്ങനെ പെട്രോൾ അടിക്കുന്നത് നോക്കാം. പ്രീമിയം ആയതുകൊണ്ട് 91 ആണ്. ഇവിടെ ഇങ്ങനെ എല്ലാം ഉണ്ട്. 91. ഓക്കെ, കാർഡ് ടാപ്പ് ചെയ്യുക, ഓത്തറൈസ് ചെയ്യുന്നു. ഏതാണോ ഗ്രേഡ് അത് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ഗാലൻസിലായതുകൊണ്ട് എന്താണെന്നൊരു ഐഡിയ ഇല്ല. $4 സംതിങ് ആണ് പെർ ഗാലൺ ആണെന്ന് തോന്നുന്നു. തിങ്ക് അല്ല, എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ മനസ്സിലാകുന്നില്ല എന്താണല്ലോ. ഫുള്ളായി 14 gallon ഫുള്ളായി $79 എടുക്കാം. ഇതാണ് ടെർമിനൽ ട്രാവൽ ചെയ്യാനുള്ള ട്രെയിൻ ആണെന്നാണ് എൻ്റെ ഒരു ദിവസം. ഇത് രസമുണ്ട്, എന്തോ കുന്തം ആണ്. ഞങ്ങളിപ്പം എയർപോർട്ട് എത്തി. ഇപ്പൊ ഞാൻ അലൻ നിർത്തി പെട്രോൾ അടിച്ചിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അങ്ങനെയാണ് ഇവിടെ പെട്രോൾ അടിക്കുന്നത്. ഞങ്ങളിപ്പം എയർപോർട്ടിലോട്ട് ആക്ച്വലി എയർപോർട്ടിലല്ല, ഈ വണ്ടി ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലത്തോട്ട് അടുത്തോണ്ടിരിക്കുന്നു. വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ട് അവിടുന്ന് ഞങ്ങളൊരു ഷട്ടിൽ ബസ്, അവർ തന്നെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഷട്ടിൽ ബസ് എടുത്തോണ്ടാണ് പോകേണ്ടത്. അലൻ ഇപ്പൊ ഈൽഡ് ചെയ്തിട്ടാണ് വണ്ടി തിരിക്കുന്നത്. ഫസ്റ്റ് ദിവസം ലാൻഡ് ചെയ്തപ്പോ ഇവിടെ ഞങ്ങള് കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. സൈഡൊക്കെ മാറിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പരിങ്ങിയാണ് എസ്പെഷ്യലി ഇവിടെ ഡിവൈഡർ ഒന്നും ഇല്ല. ബ്ലൂ അല്ല യെല്ലോ ലൈൻ ഈ പുള്ളി പോകുന്നതിന് വേണ്ടിയാ പറ്റി. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാരും ഓവർസീസിൽ നിന്ന് വരുന്നതാന്ന്. ഈ ഏരിയയിൽ എല്ലാരും ഇച്ചിരി ഇതായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാര് കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെ 60ലേക്ക് ഇത് എത്തുന്നു. ജസ്റ്റ് വണ്ടി ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. ആ ബസ്സിലാണ് നമ്മള് പോണത്. വാവക്കുട്ടൻ എണീറ്റെന്ന് തോന്നുന്നു. ഒരു 1 hour ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം 11 മണി. അപ്പൊ ഇനി നെക്സ്റ്റ് അവന്റെ ഉറക്കം 2 മണി 2:30 ആകുമ്പോഴാണ്. ഇനി ഇവിടുന്ന് ഈ ഷട്ടിൽ ബസ്സിൽ കയറിയാണ് നമ്മൾ പോകേണ്ടത്. 6 കാർ ഇപ്പോൾ റിട്ടേൺ ചെയ്തിട്ട് ഞങ്ങൾ പോവാണ്. ആ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ വെച്ച് കാണാം. ബൈ. ഞങ്ങൾ കാറ് കൊടുത്തു, പെട്ടിയെല്ലാം നിറച്ചു. അവരുടെ ഷട്ടിൽ ബസ്സിൽ കയറി ഞങ്ങൾ ലോസ് ആഞ്ചൽസ് എയർപോർട്ട് ടെർമിനൽ ബിയിലെത്തി. ഇനിയിപ്പം ചെക്ക് ഇൻ ടൈം അല്ലേ റോമി? അപ്പോൾ അകത്ത് വെച്ച് കാണാം. അതാണ് ലോസ് ആഞ്ചൽസ് എയർപോർട്ട്.
അത് ടെർമിനൽ ബിയിലേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടർ ഇതുവരെ തുടങ്ങിയിട്ടില്ല. സോ വെയിറ്റ്, ഞങ്ങൾ കുറച്ച് ഏർലിയാണ്. എനിക്ക് പാലൊക്കെ കൊടുത്തു, സെറ്റപ്പായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങളുടെ ചെക്ക് ഇൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഉടനെ തുടങ്ങും. അന്നേരം പോയി ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് ലൗഞ്ചിലേക്ക് പോകും. ചെക്ക് ഇൻ ടൈം ആയിട്ടില്ല, ഞങ്ങൾ നേരത്തെ എത്തി. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ കഴിഞ്ഞു. ഞങ്ങൾ ലൗഞ്ചിലേക്ക് പോവാണ്. ഇനി സെക്യൂരിറ്റി ചെക്ക് ചെയ്യണം. സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലൗഞ്ച്. അല്ലേ ലിയോണ? റെഡി ടു ഗോ? യെസ്. കുറേ ഫ്ലൈറ്റ്സ് ഒക്കെ കാണാം. എയർ മെക്സിക്കോ, സിംഗപ്പൂർ എയർലൈൻ, അങ്ങനെ റോമിച്ചിനോട് റെഡി ആയി നമ്മൾ സെക്യൂരിറ്റി ചെക്കിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഇതാണ് സെഞ്ചുറി ലൗഞ്ച്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ എവിടെ വൺ വേൾഡ് അലയൻസ്, അത് അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. അതിനോ മറ്റേ സാധനം ഉണ്ടോ നോക്ക്. ബൈ ദ വേ ലോസ് ആഞ്ചൽസ് എയർപോർട്ടാന്ന് പറഞ്ഞാലും അതിനോ നമുക്ക് ഞാൻ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. എന്താ കൺഫ്യൂഷൻ. ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞെങ്കിലും ലോസ് ആഞ്ചൽസ് എയർപോർട്ടാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാ സാധനം എടുത്ത് പുറത്തിടണം. ഐ മീൻ ഇലക്ട്രോണിക്സ്. ഞങ്ങളുടെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് അത് ആവശ്യമില്ല. ആരെയും പോയിന്റ് ചെയ്യുന്നില്ല, ചുമ്മാ കാണിക്കുക. ഇപ്പോൾ ഇവിടുത്തെ ബിസിനസ് ക്ലാസ് ലൗഞ്ചിലേക്ക് ഞങ്ങൾ പോവുകയാണ്. മേളോട്ടാ. ഞങ്ങൾ ലൗഞ്ചിലെത്തി. റോമിച്ചൻ കുറച്ച് ഫുഡൊക്കെ കഴിക്കുന്നു. അവന് കുറച്ച് ഫുഡ് കൊടുത്ത് ഞങ്ങൾ കോഫിയോട് കുടിക്കുന്നു. ലിയോണ കുറച്ച് ഫുഡ് എടുക്കാൻ പോകുന്നു. നാടാ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഡ്രിങ്ക്സ് വന്നു. റോമി ഉറങ്ങി. ഞങ്ങൾ ആക്ച്വലി പുറത്തൊക്കെ ഒന്ന് പോയായിരുന്നു. കാരണം ഇവിടെ ഈ ലൗഞ്ച് അത്ര സെറ്റപ്പല്ല. റോമിക്ക് ചേഞ്ചിങ് റൂമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലിയോണ ഒന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് എന്താ വരാത്തേന്ന് വിചാരിച്ചു. അതും നടന്നു. വീണ്ടും ഞങ്ങൾ വന്നു. ഇനി വെയിറ്റിംഗ് ഫോർ ദ ഫ്ലൈറ്റ് ബോർഡിങ്. നമ്പർ 4. അങ്ങനെ ഞങ്ങളുടെ ബോർഡിംഗ് കോൾ വന്നു. 4 എന്ന് പറഞ്ഞാൽ താഴത്തെ 4. സ്റ്റാർ ടൈം എന്ന് പറഞ്ഞാൽ ഏതാണോ 4 എന്ന് വെച്ചാൽ അതാണ്. അങ്ങനെ ഞങ്ങളുടെ ബോർഡിംഗ് കോൾ വന്നു. റോമി ഇപ്പോഴും ഉറങ്ങുവാണ്. നമ്മുടെ ഗേറ്റ് നമ്പർ 153 ലൗഞ്ചിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്നത് ബോയിങ് 777 ബിസിനസ് ക്ലാസ്സിൽ. ഇവിടെ എമിറേറ്റ്സിൻ്റെ A380 കിടക്കുന്നു. കുറേ A380 ഇവിടെ കിടപ്പുണ്ട്. ഡാഡി ഓടി പട്ടി. ക്വാണ്ടസിൻ്റെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നു ദൂരെ. ഈ കാണുന്ന ക്യൂ നമ്മുടെ ക്യൂ ആണോ? ഓ മൈ ഗോഡ്. അതെ, നോക്കാം. ലെറ്റ്സ് സീ. പ്രയോറിറ്റി ഉണ്ടായിട്ടും ഞങ്ങൾ തിരക്കാണ് ഇവിടെ ക്യൂവിൽ നിൽക്കുന്നത്. കയറാം. 777 അവിടെ കിടക്കുന്നു. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ സീറ്റ്. ഷാമ്പെയിൻ തന്നു. സ്ഥലമുണ്ട്. നിന്റെ ആ ബെഡൊക്കെ നീ വെച്ചോ?
അതിന് മാട്രസ് ഒക്കെ. ആ മാട്രസ് ആണെന്ന് തോന്നുന്നത്. പിന്നെ ഇതിനകത്തും ഉണ്ട് എന്തൊക്കെയോ. ആ അപ്പം ഈ എത്താനുള്ള വഴിക്ക് സേഫ്റ്റി ബ്രേക്സ് തുടങ്ങി. നമ്മുടെ രണ്ടുപേരും ബെൽറ്റ് ഒക്കെ ഇട്ടിരിപ്പുണ്ട്. നമ്മുടെ സീറ്റ് ഫുള്ളി ഫ്ലാറ്റ് ആക്കുന്ന സീറ്റ്. ഇവിടെ സ്റ്റോറേജ്. എയർപോർട്ടിലെ സർവീസ് നല്ലതായാലും ഫ്ലൈറ്റ് കുഴപ്പമില്ല ഇതുവരെ. Charles, it's you. For too long I've kept my truth for your hidden, but now personal devices should run the flight safe mode feature enabled now. Handheld devices must be held. ടേക്ക് ഓഫിന് പോവുകയാണ്. ഓടിച്ചാണ് TV ആണ്. ഓടിച്ചാൻ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. റോമിച്ചൻ ഉറങ്ങാൻ പോവാണ്. ഹോപ്പ്ഫുള്ളി അവനൊക്കെ ഉറങ്ങും. വെള്ളം കുടിക്കുന്നു. ഇനി വല്ല മഴ ഓടി ഞാൻ പോട്ടെ. ഫ്ലൈറ്റ് 30 minutes ലാൻഡ് ലണ്ടൻ എത്താറായി. റോമിച്ചൻ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ എണീറ്റു. റോമിച്ചന് ചെവി അടയാൻ തുടങ്ങുന്നുണ്ട്. റോമിച്ചൻ അതുകൊണ്ട് നമ്മൾ ഓറഞ്ച് ഉടനെ തന്നെ ലാൻഡ്. ഇരിക്കുന്നു. റോമിക്കുള്ള പാല് കൊടുക്കുന്നു. വളരെ വെള്ളം ഈ നിന്റെ ബാഗിൻ്റെ പുറയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ മുടിയൊക്കെ അയച്ചപ്പോഴായിട്ട് അങ്ങനെ ഞങ്ങൾ ലണ്ടനിൽ ലാൻഡ് ചെയ്തേക്കുവാണ്. ഫ്ലൈറ്റ് എങ്ങനെ ഉണ്ടാവില്ല വേണം? കുഴപ്പമില്ലായിരുന്നു. ആ അല്ല എന്നാലും ഉറങ്ങി അവൻ. എന്നാലും അലമ്പൊന്നും കാണിച്ചില്ല. ഫ്ലൈറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫുഡ് വലിയ സംഭവമൊന്നുമല്ല, എന്നാലും നോട്ട് ബാഡ്. പിന്നെ റോമി ഒരു 3 hours ഉറങ്ങിക്കാണ്. റോമി എത്ര മണി വരെ ഉറങ്ങി? 2 hours and 58 minutes ബാക്കിയുള്ളപ്പോഴാണ് എണീറ്റത്. ഐ തിങ്ക് ഒരു 3 hours plus ഉറങ്ങിയിട്ടുണ്ട് അവന്. പിന്നെ ടുവേർഡ്സ് എൻ്റെ അവന് നല്ല ഉറക്കം വന്നു. ഉറക്കം വന്നിട്ട് വേണേ കിടത്തിക്കോ. സെറ്റിലാവാൻ പാടായിരുന്നു അവന്. പക്ഷേ കുറച്ച് പാലൊക്കെ കൊടുത്തപ്പം റോമിച്ചനങ്ങ് ഉറങ്ങി പാവം. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലേ? അതെല്ലാം നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്യാം. പുറത്തിറങ്ങിയിട്ട് ട്രെയിനൊക്കെ എങ്ങനെയാണ് പോകണമെന്ന് തപ്പണം. ട്രെയിനെ പോവാടി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളപ്പോൾ ഇവിടെ അടുത്ത ഡേ ടൈം എടുത്ത് അഡ്ജസ്റ്റ് ആവും. ഉറങ്ങില്ല. കാറിൽ പോയാൽ ഇവനെ പിടിച്ചിരുത്താനല്ലേ പാട്. ഇതിങ്ങനെ തന്നെ അങ്ങ് പോവാം.
പിന്നെ കാറ് കയറ്റത്തുമില്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അന്ന് കയറ്റില്ലെന്നാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വന്നു. ഇനി ഇവിടെ ട്രെയിൻ കയറി അറൈവൽ ബാഗേജ് റീക്ലെയിമിലേക്ക് പോകണം, ഇമിഗ്രേഷൻ നടത്തണം. സോ റോമിച്ച കാണിച്ചേ അവനെ. റോമിച്ചോട് രാജകീയമായി ഇരിക്കുന്നുണ്ട്. കാലൊക്കെ കയറ്റി രാജാവേ. അങ്ങനെ ബാഗ് കിട്ടി. ഞങ്ങൾ ട്രെയിൻ പിടിച്ച് പോവുക. ഇതൊന്നും ഉണ്ടായിരിക്കും. തോട്ടിറങ്ങി ട്രാവൽ ചെയ്ത് ടയേർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള ട്രെയിൻ യാത്രയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു, ഹോട്ടലിൽ കുറച്ച് റെസ്റ്റ് ചെയ്തു. അതിന് ലിയോണയുടെ ഒരു ഫ്രണ്ട് വന്നു, ആദ്യ ഞങ്ങളെ മീറ്റ് ചെയ്യാൻ ഹോട്ടലിൽ. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം എൻഡ് ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ കാണാം.